ജീവിതം അതൊരിക്കലേ കിട്ടത്തുള്ളൂ. ബുദ്ധിയുള്ളവർ ആദ്യം തന്നെ സുരക്ഷിതമാകുന്നു. സോ സെറ്റിൽ യുവർ സെൽഫ്. റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. കം ഓൺ മൈ ഫ്രണ്ട്, ഡിസൈഡ് ഇറ്റ് പോസിറ്റീവ്ലി. ഇപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെ ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഞാൻ ഒരു ഇൻഫർമേഷൻ അല്ലേ, ഒരു സ്കില്ലാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. നിങ്ങൾ ജസ്റ്റ് അതിനെ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഒരു അപ്രീസിയേഷൻ എന്ന നിലയ്ക്ക് ഒരു ലൈക്ക് എങ്കിലും എനിക്ക് തന്നൂടെ? ഓക്കെ, ഞാൻ റിക്വസ്റ്റ് ചെയ്യണമല്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ല, ഞാൻ പറയാണ്, നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും നന്ദി പറഞ്ഞ് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയുള്ളത്. ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് പറഞ്ഞു തരുന്ന സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഇന്നലെ നടന്നപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ആലോചിച്ചത്. അതായത് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും കൂടി ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കാണാം, മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, മാർക്കറ്റ് ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പ് ട്രെൻഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ഹൈ ഉണ്ടാക്കി അല്ലേ. ലാസ്റ്റ് ഹൈ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു ലോ അതായത് ഈ ഒരു ലോ എടുക്കുമ്പോഴാണല്ലോ എന്തുണ്ടാവുക, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാവുക അല്ലേ. പക്ഷെ ആ ഒരു ലോ എടുക്കാണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ വീണ്ടും മാർക്കറ്റ് ഇവിടെ നിന്ന് കൺസോൾട്ടേഷൻ പോലെ നിന്നിട്ട്, ഓക്കെ, ചെറിയൊരു കൺസോൾട്ടേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യണം, വീണ്ടും ഹൈ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹൈയിൽ അതിന് മുകളിൽ നിന്നുള്ള പ്രഷർ കൊണ്ട് വീണ്ടും എന്ത് ചെയ്ത് മാർക്കറ്റ് നിന്ന് ലോയിലേക്ക് വന്നു. ഓക്കെ, ഞാൻ ഇതിൽ വരച്ചാണ്. ഓക്കെ, ഇപ്പം ഇതിൽ ഞാൻ കാണിച്ചു തരാം. കാരണം ഇതിൽ മറ്റേതിൽ വരയ്ക്കുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്, ഫോണാണല്ലോ. ഇങ്ങനെ വന്നിട്ട് ഒരു ട്രെൻഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകാൻ നിൽക്കും. അപ്പോൾ ഈ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ബ്രേക്കോ സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ SMC അല്ല കൂടുതലും വർക്ക് ആവുന്നത്, വേറൊരു സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാൻ മാത്രം. ഈ ലാസ്റ്റ് ലോ കട്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാവുക, അറിയാലോ. ഓക്കെ, അപ്പം നമ്മളതല്ല പറയണത്. ഇങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രെൻഡിലേക്ക് വന്നിട്ട് ഒരു ട്രെൻഡ് ഉണ്ടാക്കി വന്നിട്ട് മാർക്കറ്റ് നേരെ നല്ലൊരു മൂവ്മെന്റ് നടത്തിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ ബെയറിഷിലേക്ക് വന്നു. അപ്പോൾ ഈ ലോ കട്ട് ചെയ്യണം, അപ്പോഴാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുക. പക്ഷെ ലോ കട്ട് ചെയ്ത മാർക്കറ്റ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും ഹൈയിലേക്ക് പോയി. അതായത് മുകളിലേക്ക് ഒരു മൂവ്മെന്റ് തന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ഫെയിൽ ആയിട്ട് താഴേക്ക് വന്നു എന്ന് വിചാരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ പറ്റുന്നത് എന്താണ്, ഈ ഒരു ലോ കട്ട് ചെയ്ത് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ, ഓക്കെ, നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് ബയ്യേഴ്സ് ഫെയിൽ ആയിട്ട് സെല്ലേഴ്സ് ഭയങ്കരമായിട്ട് ഡൊമിനേറ്റ് ചെയ്ത് ഈ ഒരു ചെറിയ കൺസോൾട്ടേഷൻ കഴിഞ്ഞതിൻ്റെ അടിയിൽ ക്ലോസ് വന്നു. ശേഷം ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഇതേ പൊസിഷനിൽ വന്നിട്ട് മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ കളിച്ച് കൺസോൾട്ടേറ്റ് ചെയ്യാൻ നിൽക്കുക. അപ്പം അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചാൽ ഇത് എപ്പോഴും കാണാൻ പറ്റില്ല, ചില ടൈമിൽ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കൺസോൾട്ടേഷൻ ഇങ്ങനെ നടക്കാം, ഇങ്ങനെയൊക്കെ നടക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ നടക്കാം. ഓക്കെ, എങ്ങനെ നടന്നാലും നിങ്ങൾ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി ഇതില്. ഓക്കെ, ഞാൻ ഒന്നുകൊണ്ട് വരച്ചു തരാം. ഓക്കെ, ഇവിടെ കൺസോൾട്ടേഷൻ നടക്കാന്ന് വിചാരിക്കും. ഇങ്ങനെ കൺസോൾട്ടേഷൻ നടക്കാന്ന് വിചാരിക്കും. അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ 2 പ്രാവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 2 പ്രാവശ്യം വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ എന്താ, അത് റെസിസ്റ്റൻസ് ആയിട്ട് വരയ്ക്കുക. താഴെ എന്ത് ചെയ്യുക, ഒരു സപ്പോർട്ട് വരച്ചിടാം. എന്നിട്ട് നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടെങ്കിൽ, ബെയറിഷ് എൻട്രി ആണ് പറയുന്നത് കേട്ടോ, ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ ഈ ഹൈ പെൻഡിങ് ആണ്. പിന്നീട് ഈ ഒരു സെനാരിയോ നടക്കുമ്പോൾ ഈ ഒരു സെനാരിയോ നടക്കുമ്പോൾ ഈ പെൻഡിങ് ഓർഡേഴ്സ് എടുക്കാൻ വരുന്നതാണ് സാധാരണ ആൾക്കാരുടെ മൈൻഡിൽ ഉണ്ടാവുക അല്ലേ. ആ ഒരു ഹൈ എടുക്കാൻ വരുന്നതാണ് സാധാരണ ആൾക്കാരുടെ മൈൻഡിൽ ഉണ്ടാവുക. പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന ഒരു സെനാരിയോ എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഇവിടെ വരെ വന്നിട്ട് ഇവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ നോക്കി. ചിലപ്പോൾ ഈ ലോ ഒക്കെ കട്ട് ചെയ്തിട്ടോ മുകളിലേക്ക് പോയത്. പക്ഷെ എന്താണ്, ഇവിടുന്ന് ആ പ്രഷർ കൊണ്ട് അത്രയും സെല്ലേഴ്സ് മുകളിലുള്ളതുകൊണ്ടാണ് ഇവിടുന്ന് വീണ്ടും പ്രഷറോടുകൂടി വന്നിട്ട് ഈ ലോ ഒരു ബോഡി ക്യാൻഡിൽ 50% എബോ ബോഡി ക്യാൻഡിലോട് കൂടിയിട്ട് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ ക്ലോസ് ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ബെയറിഷ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ബെയറിഷ് സെനാരിയോ ആണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ ലോ കട്ട് ചെയ്തിട്ടില്ല എന്ന് വരിക. ഓക്കെ, പിന്നെ വേറെ കണ്ടീഷൻ പറഞ്ഞാൽ ഈ ട്രെൻഡിൻ്റെ അടിയിലൊക്കെ എന്തുണ്ടാവും മക്കളെ, നിങ്ങൾക്കറിയാം അല്ലേ, ലിക്വിഡിറ്റി ഉണ്ടാവും. എൻ്റെ വീഡിയോ കണ്ടവർക്ക് 90% അറിയാം, ലിക്വിഡിറ്റി ഉണ്ടാവും. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതിലൊക്കെ ഇംബാലൻസ് ഉണ്ടെന്ന് വയ്ക്കുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാലിഡ് ആയിട്ടുള്ള ഇംബാലൻസ് ഉണ്ടെന്ന് വയ്ക്കുക പെൻഡിങ് ആയിട്ട്.
ഓക്കെ. അപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ല വാലിഡ് ആയിട്ടുള്ള ഇംബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതുവരെ ടാർഗറ്റ് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടാർഗറ്റ് വെക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഡബിൾ, ഇത് അറിയില്ലെങ്കിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എഴുതണേ കേട്ടാ. ഡബിൾ ടോപ്പം, ഓക്കെ, അല്ലെങ്കിൽ ഡബിൾ ടോപ്പ് എന്നൊക്കെ പറയും. മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് താഴെ വന്ന് വീണ്ടും അതേ സ്ഥലത്ത് വരുമ്പോൾ ചില ആൾക്കാർ ആവറേജ് ചെയ്യുമ്പോഴാണ് ഡബിൾ ടോപ്പും വരിക. അപ്പോൾ ഒരേ സ്ഥലത്ത് ഒരേ രീതിയിലുള്ള ക്യാൻഡിലിന്റെ വിക്കുകൾ വരുമ്പോൾ അതിന് ഡബിൾ ടോപ്പ് എന്നാണ് പറയുക. ആ വിക്ക് എന്തുകൊണ്ട് വരുന്നത് വെച്ചാൽ ഇപ്പൊ ഇവിടുന്ന് ആൾക്കാർ മേടിച്ചു, നേരെ ഇങ്ങനെ വന്നിട്ട് ബോഡി ക്ലോസിങ്ങോട് താഴേക്ക് വന്നു, വീണ്ടും ഇവിടുന്ന് പതുക്കെ പതുക്കെ ക്യാൻഡിലൊക്കെ ഉണ്ടായി വീണ്ടും ഇതിലൊക്കെ വന്ന് വീണ്ടും മേടിക്കുമ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യും, ആവറേജ് ചെയ്യും. ആവറേജ് ചെയ്യുന്നതിനാൽ ബിഗിനേഴ്സ് മനസ്സിലാക്കി വെച്ചോ, ആൾക്കാർ ഇപ്പോൾ ഒരു 2 ക്വാണ്ടിറ്റി മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും 4 ക്വാണ്ടിറ്റി മേടിക്കും, അല്ലെങ്കിൽ 2 ക്വാണ്ടിറ്റി കൂടി കൂടുതൽ മേടിക്കും. അപ്പൊ എന്ത് ചെയ്യും, അതേപോലെ കുറെ പേര് ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് വീണ്ടും ഇറങ്ങും. അപ്പൊ അങ്ങനെ സെയിം സ്ഥലത്ത് നിന്ന് തന്നെ മേടിക്കുമ്പോഴാണ് എന്താവുന്നത്, ഡബിൾ ടോപ്പ് വരുന്നത്. ഇതേപോലെ തന്നെയാണ് ഡബിൾ ബോട്ടവും വരുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഇതേപോലെ തന്നെ താഴെ ഇങ്ങനെ വരുമ്പോൾ ഡബിൾ പാറ്റേൺ പോലെയൊക്കെ വരുമ്പോഴാണ് ഡബിൾ ബോട്ടം വരുന്നത്. പിന്നെ ഈ ഡബിൾ ബോട്ടം വരുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഇത് ഗ്യാപ്പ് ഇട്ടിട്ട് വരില്ല. ഡബിൾ ടോപ്പ് എപ്പോഴും വാലിഡ് ആവുന്ന എപ്പോഴാണെന്ന് നോക്കിയാൽ ഒരു 5 മിനിറ്റിലോ 50 മിനിറ്റിലോ, ഇന്ത്യൻ മാർക്കറ്റിന്റെ കേസാ പറയുന്നത്, 5 മിനിറ്റിലോ 50 മിനിറ്റിലോ അടുപ്പിച്ച് ക്യാൻഡിൽ ഉണ്ടാവണം കേട്ടോ. ഇതുപോലെ അടുപ്പിച്ചുണ്ടായിരിക്കണം. ഇതിപ്പോൾ 5 മിനിറ്റ്, ഇത് 5 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ 10 മിനിറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇത് 50 മിനിറ്റ് ആണെങ്കിൽ ഇത് 50 മിനിറ്റ്, ഇത് 50 മിനിറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ 30 മിനിറ്റിന്റെ ഉള്ളിൽ അടുപ്പിച്ച് ഇങ്ങനെ ഉണ്ടാവണം. അല്ലാതെ എങ്ങനെ ഉണ്ടാവാൻ പാടില്ല, 5 മിനിറ്റ് നോക്കാന്ന് വിചാരിക്കുക നിങ്ങൾ. ഡബിൾ ടോപ്പ് ഇപ്പോൾ ഒരു ക്യാൻഡിൽ വന്നു അല്ലേ, ഇവിടെ ഇങ്ങനെ കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഡബിൾ ടോപ്പും വാലിഡ് അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഇങ്ങനെയുള്ള ഡബിൾ ടോപ്പും നിങ്ങൾ കാര്യമാക്കി എടുക്കണ്ട. ഇതിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇത് ചിലപ്പോൾ റെസ്പെക്ട് ചെയ്യുള്ളൂ. റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. ചിലപ്പോൾ ഇതിന്റെ ഹൈ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടാവും. സൂം ചെയ്ത് നോക്കണം, നൈസായിട്ട് ഇവിടെ കട്ടിങ് ഒക്കെ നടന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് 5 മിനിറ്റിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സെനാരിയോ മാറും. അതേപോലെ തന്നെ അടുപ്പിച്ചാണ് വരണമെങ്കിൽ അവിടെ അത്രയും പ്രഷർ ഉള്ളതുകൊണ്ടാണല്ലോ, അതായത് വന്ന സ്ഥലത്ത് നിന്ന് തന്നെ വീണ്ടും വീണ്ടും മേടിക്കുമ്പോഴാണല്ലോ അറ്റ് ദ മൊമെന്റിൽ താഴേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, അത്രയും പ്രഷർ ഉണ്ട് അവിടെ. അപ്പൊ അത്രയും ലിക്വിഡിറ്റി അവിടെ ഉണ്ടെന്ന് ആർക്ക് മനസ്സിലാവും, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മനസ്സിലാവും. അപ്പൊ അവരെന്ത് ചെയ്യും, അവരവിടെ വന്നിട്ട് ആ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാനാണ് നോക്കുക. ഗ്രാബ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡബിൾ ടോപ്പോ അല്ലെങ്കിൽ ഡബിൾ ബോട്ടൊക്കെ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിന്റെ അടിയിൽ അല്ലെങ്കിൽ ഇതിന്റെ അടിയിലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊരു 50 മിനിറ്റ് ക്യാൻഡിലാണെങ്കിൽ 5 മിനിറ്റിൽ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാർക്ക് ചെയ്തിടാന്നാണ് പറയുന്നത്, ടാർഗറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഒന്നും കൂടി വരച്ച് പറഞ്ഞുതരാം, കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ പോയിട്ട് മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ ഏരിയ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു റൗണ്ട് ഫിഗർ, എപ്പോഴും റൗണ്ട് ഫിഗർ നോക്കാം. ഇപ്പോൾ 25,000 എന്ന് വിചാരിക്കാം. റൗണ്ട് ഫിഗറിൽ എത്തിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്ത്, ചിലപ്പോൾ അതിൽ ടാപ്പ് ചെയ്യും. ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് കാണിച്ച്, എന്നിട്ട് ഈ ലോ എടുത്താലാണല്ലോ മക്കളെ, ഓക്കെ, ആ ലോ എടുത്താലാണല്ലോ എന്തുണ്ടാവുക, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാവുക. നിങ്ങൾക്കറിയാം അല്ലേ, ആ ലോ എടുത്താൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാവും. പക്ഷെ അത് എടുക്കാതെ മാർക്കറ്റ് ഇവിടെ നിന്നിട്ട് പതുക്കെ ഇങ്ങനെ, ഞാനിത് ഇങ്ങനെ വരയ്ക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ, അത് നിങ്ങൾക്ക് ഇത്തിരി കൂടി കൺവിൻസ് ആവാൻ വേണ്ടി ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനുള്ളിൽ ഗ്രീൻ ക്യാൻഡിലൊക്കെ ആയിട്ട് പതുക്കെ മുകളിലേക്ക് പോയി നെക്സ്റ്റ് ക്യാൻഡിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ ആയിരിക്കും കാണാം. അല്ലെങ്കിൽ 50 മിനിറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുക. 50 മിനിറ്റ് ഇടുമ്പോൾ ചിലപ്പോൾ ഇത് ഈ ഇപ്പോൾ ഇവിടെ 5 മിനിറ്റിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിട്ട് അതിനെ ഡൊമിനേറ്റ് ചെയ്തിട്ട് റെഡ് ക്യാൻഡിൽ വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ റെഡ് ക്യാൻഡിലാണ് ഇങ്ങനെ വന്നതെന്ന് വിചാരിക്കാം. ഈ ലോ എടുത്താലും വലിയ കുഴപ്പമില്ല, പക്ഷെ എടുക്കില്ല, സാധാരണ ഗതിയിൽ എടുക്കാറില്ല കേട്ടോ. എടുക്കാണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വാലിഡ് ആവുക. കാരണം ഇത് പെൻഡിങ് നിർത്തുമ്പോഴാണ് മാർക്കറ്റിന് താഴെ വരാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ ഈ 5 മിനിറ്റിലിട്ടാൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. കാരണം വെച്ചാൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവും, അതിന് ഡോമിനേറ്റ് ചെയ്തിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാവും. ഓക്കെ, അല്ല 50 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയും കാണാം. എങ്ങനെ, ഒരു മിനിറ്റ്, ഇങ്ങനെ ആയിരിക്കും കാണാം. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഓക്കെ,
അവിടെ ഇങ്ങനെ ആയിരിക്കും കാണാം 50 മിനിറ്റ് ഇടുമ്പോൾ. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്ത് 5 മിനിറ്റിൽ 15 മിനിറ്റ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. 50 മിനിറ്റ് ഫുൾ ക്യാൻഡിലല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കും. നമുക്ക് 5 മിനിറ്റിൻ്റെ കേസ് നോക്കാം. അത് വാലിഡ് ആവുന്നതാണ് ഞാൻ പറയണേ. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് മുകളിലേക്ക് പോകണ പോലെ ടെൻഡൻസി കാണിച്ചിട്ട് ഒരു ചെറിയ ഹൈ ഉണ്ടാക്കിയല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഹൈനെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഹൈനെ കട്ട് ചെയ്തിട്ടില്ല, അത് നിങ്ങൾ ഓർക്കണം. ഇതിനെ കട്ട് ചെയ്യാതെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യാന്നറിയോ, ഇവിടുന്ന് നല്ലൊരു ഇത് കാണിക്കുകയാണ്, ബെയറിഷ് കാണിക്കുകയാണ്. അങ്ങനെ ബെയറിഷ് കാണിക്കാൻ നമുക്ക് എന്ത് മനസ്സിലായി മക്കളെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ബോക്സ് വരയ്ക്കാം നമുക്ക്. ഇവിടെ ഒരു ബോക്സ് വരച്ചു കൊടുക്കാം. കാരണം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നല്ലോ. എന്താണ് നടന്നത് എഴുതി വെച്ചോട്ടാ, അറിയില്ലെങ്കിൽ. ഓക്കെ, കൺസോൾട്ടേഷൻ നടന്നല്ലോ. കൺസോൾട്ടേഷന് ശേഷം നല്ലൊരു സ്ട്രോങ് ബോഡി ക്യാൻഡിൽ താഴേക്ക് വന്നു അല്ലേ. അപ്പോഴും ഈ ലോ എന്താണ് മക്കളെ? ഈ ലോ എടുക്കാണ്ടാണ് വന്നിട്ടുള്ളത്. ശേഷം ഇതൊരു 50 മിനിറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല വാലിഡ് ആണ്, 5 മിനിറ്റ് ആണെങ്കിലും വാലിഡ് ആണ് കേട്ടോ. കാരണം ടൈം ഫ്രെയിം ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാം പക്കായിട്ട് എവിടെ വന്നിട്ടുള്ളതെന്ന്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഇവിടെ കിടന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ കളിക്കാന്ന് വിചാരിക്കുക. കളിക്കാൻ മീൻസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജസ്റ്റ് റണ്ണിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, താഴേക്ക് മുകളിക്കില്ലാണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഡബിൾ ബോട്ടോ അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ബോട്ടോ അല്ലെങ്കിൽ ഇതിലൊരു നല്ലൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇംബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ എന്താക്കി എടുക്കാം, ടാർഗറ്റ് ആക്കാം. ഓക്കെ, താഴേക്ക് വരുമ്പോൾ എപ്പോഴും ടാർഗറ്റ് ലോ വരെ വരയ്ക്കണം. അതായത് ലാസ്റ്റ് വിക്കോട് നല്ലൊരു വിക്കോട് കൂടിയിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് ഒക്കെ എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ കാണിക്കണമെങ്കിൽ ഇങ്ങനെ ഈ ലോ എടുക്കാണ്ടാണ് ഈ ലോ മുകളിലേക്ക് പോയിട്ടുള്ളതെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ലോ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റും മുകളിൽ നിന്നുള്ളത്. ഓക്കെ, ഇവിടെ കാണിച്ച സെനാരിയോ ഇവിടെ വരണം. ഓക്കെ, അല്ലാതെ ഇങ്ങനെ വരാന്ന് വിചാരിക്കാം. ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നു ഇതിന്റെ ലോ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഇതിലൊരു ഇംബാലൻസ് ഒക്കെ കാണിക്കണമെങ്കിൽ ഒരിക്കലും ഇതുവരെ ടാർഗറ്റ് വെക്കരുതെന്ന്. കാരണം എന്താ, ഈ ഒരു പൊസിഷനിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവും. കാരണം ഇതിന്റെ ലോ കട്ട് ചെയ്ത് വന്നുകൊണ്ട് മാർക്കറ്റ് എന്ത് കാണിക്കുക, സെനാരിയോ ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സ് കാണിക്കും. പിന്നെ പ്രീമിയം മെൽറ്റ് ആവും നിൽക്കും. ഇന്ത്യൻ മാർക്കറ്റിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു സെറ്റപ്പ് വരണം. നേരത്തെ പറഞ്ഞ പോലത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ചോദിക്കണം, ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ ലോ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ അടുത്ത ക്യാൻഡിൽ വന്നിട്ട് ഈ ലോ പെൻഡിങ് നിർത്തിയിട്ട് അതിന്റെ മുകളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇംബാലൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ടാർഗറ്റ് ചെയ്ത് വെക്കാം, ഇത് വെക്കാം എന്നാണ് പറയണത് കേട്ടോ. ബിഗിനേഴ്സ് കാണുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഡൗട്ട് വരും. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയണതേ ഈ ട്രേഡിങ് അറിയാവുന്ന ആൾക്കാർക്ക് ബോറടിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ചാനലിൽ പോയി കാണാം. ഓക്കെ, എന്തുകൊണ്ട് പറയാൻ വെച്ചാൽ ചിലർക്ക് ഭയങ്കര ബോറടിയൊക്കെ ആയിട്ട് തോന്നും. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാം, ഞാൻ അത്രേ പറയുള്ളൂ. ഈ ഹൈ എടുക്കാതെ ഈ ഹൈ താഴെ നിന്ന് ഇത്രയും പ്രഷർ കാണിച്ചിട്ട് ഈ ഒരു കൺസോൾട്ടേഷന്റെ താഴെ ബോഡി ക്ലോസിങ് നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നിരിക്കും. അതൊരു ഇംബാലൻസ് എടുക്കാനാവും മേ ബി വരാം. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് ഇവിടെ കിടന്ന് കൺസോൾട്ടേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ ഞാൻ പറഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ തവണ, അതായത് 2 തവണ ഒക്കെ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു റെസിസ്റ്റൻസും താഴെയാണെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് മാറും. ശേഷം വെയിറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടല്ലോ, ഇവിടെ ഇല്ലേ ഒരു ഇംബാലൻസ് ഉണ്ടാവും. അതിലേക്ക് ജസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഹൈ ജസ്റ്റ് മാർക്കറ്റ് വന്ന് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ ബോഡി ക്ലോസിങ് എപ്പോഴും കിട്ടിയെന്ന് വിചാരിക്കാം, റെഡ് ക്യാൻഡിൽ കിട്ടിയെന്ന് വിചാരിക്കാം. വര ശരിയായില്ല, അതുകൊണ്ടാണ്. അങ്ങനെ മൂഡ് അങ്ങനെ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, റെഡ് ക്യാൻഡിൽ കിട്ടിയെന്ന് വയ്ക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ, ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ SL വെക്കുക. ഓക്കെ, ടാർഗറ്റ് എവിടെ വയ്ക്കണം, ഇവിടെ ഒന്നില്ലെങ്കിൽ ഡബിൾ ബോട്ടം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ ആ ഇംബാലൻസിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പക്കായിട്ട് നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള ആ ഒരു ഏരിയ വരെ എന്ത് ചെയ്യുക, ടാർഗറ്റ് വെക്കുക. എന്നിട്ട് അതായത് TP വെക്കുക, ഇതിന്റെ മുകളിൽ SL വെക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് എന്തായാലും 90% ഞാൻ കണ്ടിട്ടുള്ളത് മാർക്കറ്റ് ടാർഗറ്റ് അടിക്കും. ഈ ഒരു സെറ്റപ്പ് ആരും യൂട്യൂബിൽ പറഞ്ഞു കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ.
ഓക്കെ, അപ്പൊ ഞാനിത് നിങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. ഞാൻ ഇതൊരു ചാർട്ടിൽ ഇന്നലെ നടന്നു, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് വന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, 5 മിനിറ്റിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം, ഇത് കളയട്ടെ. ഓക്കെ, ഇപ്പൊ മാർക്കറ്റ് നോക്കി മക്കളെ, ഇവിടെ നിന്ന് നല്ലൊരു അപ് ട്രെൻഡ് തന്നു അല്ലേ? എവിടെ നിന്ന് തന്നിട്ടുള്ള ഇവിടെ നിന്ന് നല്ലൊരു അപ് ട്രെൻഡ് തന്നു. ഇതിന് ശേഷം ഇവിടെ ലാസ്റ്റ് ഒരു ഹൈ ഉണ്ടാക്കി മാർക്കറ്റ് താഴേക്ക് വരുന്ന സെനാരി കാണിച്ചു. അപ്പൊ അത്രയും പ്രഷർ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ 25,000 എന്നുള്ള ഒരു റൗണ്ട് ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് പ്രഷർ കാണിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ അത്രയും ആൾക്കാർ വിൽക്കാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ മുമ്പ് അവിടെ നിന്ന് സെല്ലിങ് നടന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന ഒരു സെനാരി കാണിച്ചു. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ ഹൈ വന്ന് കട്ട് ചെയ്തിട്ട് ബോഡി ക്ലോസിങ് ഉള്ളിൽ കിട്ടി. അതിനുശേഷം എന്താണ്, മാർക്കറ്റ് നല്ലൊരു ബെയറിഷ് ക്യാൻഡിലാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഇതിന്റെ ഹൈയും നോക്കുമ്പോൾ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ. ഓക്കെ, അതുപോലെ ഇവിടെ ആക്ടും ചെയ്തിട്ടുണ്ട്, അത് വിടാം. ഈ ഒരു ഏരിയയുടെ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ലോ ഒന്നും വന്നിട്ട് മാർക്കറ്റ് എടുത്തിട്ടില്ല. ഈ ലോ എടുക്കുമ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരാം. കാരണം ഒരു ഹൈ ഉണ്ടാക്കി ഒരു ലോ ഉണ്ടാക്കിയിട്ടാണല്ലോ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ കാരണം വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ ചിലർക്ക് ഈ ഭയങ്കര ബുദ്ധിജീവികൾ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അവരുടെ മൈൻഡിൽ അതെന്ത് വർത്താനം, ആൾക്കാർ തെറ്റ് പഠിപ്പിക്കുന്ന പറഞ്ഞിട്ട് വല്ലവൻ്റെ അച്ഛനാവാനും അമ്മയാവാനും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം, സ്വന്തം കാര്യം നോക്കൂല. അപ്പം നമ്മൾ ഒരു ട്രെൻഡ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഒരു മിനിറ്റ്, ഇവിടെ നിന്നൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ള വരയ്ക്കുകയാണെങ്കിൽ ഇപ്പം ജസ്റ്റ് ഞാൻ വരയ്ക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന്. ഓക്കെ, ഹൈ ഉണ്ടാക്കിയില്ലേ, പിന്നെ ലോ ഉണ്ടാക്കിയില്ലേ, ഹൈ ഉണ്ടാക്കി, പിന്നെ വീണ്ടും ലോ ഉണ്ടാക്കി, ഹൈ ഉണ്ടാക്കി, പിന്നെ ഈ ലോ ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് എന്തെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഈ ലോ ഇങ്ങനെ ആക്കാം നമുക്ക്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ വരയ്ക്കാൻ വെച്ചാൽ ഇത് ലോ ആക്കിയിട്ട് പിന്നെ ഹൈ ഉണ്ടാക്കി അല്ലേ? ഇങ്ങനെയാണ് മാർക്കറ്റ് പോണത്. ഞാൻ പിന്നെ ഒരു കാര്യം പറയാം, എല്ലാവരും ഒരേപോലെ ആയിരിക്കണമെന്നില്ല ട്രെൻഡ് വരയ്ക്കേണ്ടത് കേട്ടോ. എങ്ങനെയാണ് പോണേന്ന് വിചാരിക്കാം. ഒരു ഹൈ ഉണ്ടാക്കി ഒരു ലോ ഉണ്ടാക്കി. ഇപ്പോൾ ഇവിടെ ഒക്കെ എന്തുണ്ട് മക്കളെ, ഇവിടെ ബ്രേക്ക് കുറച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക് കുറച്ചർ. എപ്പോഴും ബോഡി ക്ലോസിങ്ങോട് കൂടിയിട്ടുള്ള ഇത് എടുക്കുകയാണെങ്കിലാണ് എപ്പോഴും വാലിഡ് ആവാട്ടാ. ഇതിന്റെ ഹൈ എന്ന് വരച്ചാൽ ഇവിടെ നല്ലൊരു ബോഡി ക്ലോസിങ്ങോട് വാലിഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ നിന്നും നല്ലൊരു ബോഡി ക്ലോസിങ്ങോട് കൂടിയിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവുക ഇവിടെ നിന്ന്. ഇവിടെ നിന്നാണ് ശരിക്കും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവേണ്ടത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇതൊന്നല്ല പഠിക്കുന്നത് കേട്ടോ. നമ്മൾ പ്യുവർ SMC അല്ല പഠിക്കുന്നത്, നമ്മളൊരു വേറെ മെത്തേഡാണ്. ഓക്കെ, SMCയിൽ കൂട്ടോ ഇല്ലയെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ നോക്കുന്നത് സാധാരണ നമുക്കൊരു ആൾക്ക് ഇങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കണ്ട, എൻട്രി എടുക്കാലോ എന്നുള്ള മൈൻഡിലാണ് ഇത് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, ഇവിടെ അല്ലേ, ശ്രദ്ധിച്ചോട്ടോ. അപ്പോൾ ഒരു ഹൈ ഉണ്ടാക്കിയില്ലേ മക്കളെ, ലാസ്റ്റ് ഹൈ ഉണ്ടാക്കിയില്ലേ, അവിടെ നിന്ന് കാണിച്ചിട്ടുള്ള എന്താണ്, നല്ല പ്രഷറാണ് താഴേക്ക് കാണിച്ചുള്ളത്. അപ്പോൾ ഈ ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ കുറെ വിദ്വാന്മാർ എന്ത് ചെയ്യും, ഇവിടെ നിന്നൊക്കെ ട്രേഡ് എടുക്കും, അല്ലെങ്കിൽ ഇതിന്റെ താഴെ വന്ന് ക്ലോസിങ് കിട്ടാൻ വേണ്ടി കാത്തുക്കും. പക്ഷെ ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ പ്രഷർ കാണിക്കുമ്പോൾ ചില ആൾക്കാർ ഇവിടെ നിന്ന് മേടിക്കും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഇവിടുന്ന് ഈ ഒരു ഏരിയ നിന്നൊക്കെ മേടിച്ചിട്ട് ഇതിന്റെ താഴേക്ക് എസ് വയ്ക്കും, അല്ലെങ്കിൽ ഈ ഒരു ഇംബാലൻസിന് താഴേക്കുള്ള ഈ ഒരു ഏരിയയിലൊക്കെ എസ് വയ്ക്കും. അതൊക്കെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത് ഇവിടെ. ഓക്കെ, അപ്പൊ അതൊന്നും എനിക്കൊന്നും കിടക്കണ്ട. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വന്നതിന് ശേഷം എന്താണ്, വീണ്ടും ഹൈയിലേക്ക് പോകാൻ നോക്കി മാർക്കറ്റ്. സെനാരികൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. ഹൈയിലേക്ക് പോകാൻ നോക്കി രണ്ട് ഒരേ ഏരിയയിൽ ഒരേ ഒരു ഏരിയയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, രണ്ട് സ്ഥലത്തുനിന്ന് പ്രഷർ കാണിച്ചു താഴേക്ക്. ഓക്കെ, ആ പ്രഷറിൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നു. അപ്പോൾ ഈ ഒരു ഏരിയന് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ 50% എബോണെന്ന് വെച്ചാൽ അല്ല, പക്ഷെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭൂരിഭാഗം നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ക്യാൻഡിലിന്റെ ബോഡീനെ ഒക്കെ ഡൊമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ നിൽക്കുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ടോ നോക്കണം, ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പക്കാ വരണമെന്നൊന്നുമില്ല, മാർക്കറ്റിന്റെ ഓരോ കണ്ടീഷൻസ്, ഓരോ രീതി അനുസരിച്ച്, കോൺട്രാക്ട് അനുസരിച്ചിട്ടൊക്കെയാണ് മാറുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ, നമ്മളത് ഇങ്ങനെ വരയ്ക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് കറക്റ്റ്
കറക്റ്റ് നോക്കി വരയ്ക്കാൻ നിന്നാൽ നമുക്ക് കിട്ടില്ല, തെറ്റി വരയ്ക്കും. ഏറ്റവും കൂടുതൽ ടാപ്പ് ചെയ്ത് പോകുന്ന ഏരിയ നോക്കാം. വിക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ വരച്ചു അല്ലേ. അപ്പം ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടുന്ന് നല്ല മൂവ്മെന്റ് മുകളിലേക്ക് കാണിച്ചു, ഇവിടുത്തെ ഇംബാലൻസ് ഫുള്ളി കളക്ട് ചെയ്ത് താഴേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ മുകളിൽ എന്തുണ്ടായിരിക്കും? ലിക്വിഡിറ്റിനോ. കാരണം ഈ ഒരു ബെയറിഷ് ഒക്കെ കാണുമ്പോൾ ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ എൻട്രി എടുത്തിട്ട് ആൾക്കാർ ഇതിന്റെ മുകളിൽ SL വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ SL സ്വീപ്പ് ചെയ്തിട്ടാണ് വീണ്ടും ബോഡി ക്ലോസിങ് ഉള്ളിലേക്ക് വീണ്ടും വന്നിട്ടുള്ളത്. അതായത് ഇവിടെ ഇപ്പൊ SL ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, SL പക്കായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വെറുതെ ഇതുണ്ടാക്കി പറയുന്നതല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ SL എടുത്തിട്ടുണ്ട് അല്ലേ. ഇതിന്റെ ഹൈന് ഇത് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഡബിൾ ടോപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലും നോക്കുകയാണെങ്കിൽ ഡബിൾ ടോപ്പ് ആയിട്ടുണ്ട്, ഹൈ ലിക്വിഡിറ്റിന്റെ. അപ്പൊ ഇന്ന് 20-ാം തീയതി മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ട് താഴേക്ക് വരാനായിരിക്കും ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. ഞാനിതിപ്പോൾ ചെയ്യണത് 20-ാം തീയതി പുലർച്ചെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ടൈം കാണിച്ചിട്ട് 5:50 ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്ന് ബോഡി ക്ലോസിങ് വന്നു അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ റിജക്ഷൻ ആയ ഏരിയ നമ്മൾ എന്ത് ചെയ്തു, ഒരു റെസിസ്റ്റൻസ് ആയിട്ടും റിജക്ഷൻ കൂടുതൽ ചെയ്തിട്ടുള്ള ഏരിയ സപ്പോർട്ടായിട്ടും വരച്ചു അല്ലേ. ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഹൈ എടുത്ത് വന്നിട്ട് ബോഡി ക്ലോസിങ് ഇതിന്റെ ഉള്ളിൽ കിട്ടിയാൽ നമുക്ക് എൻട്രി എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബോഡി ക്ലോസിങ് കിട്ടിയ നിലയ്ക്ക് ശരിക്കും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ 2 പ്രാവശ്യം കൂടുതൽ ഇവിടെ ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ 1-2 പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ബോഡി ക്ലോസിങ് ഉള്ളിൽ കിട്ടുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുത്തുകൂടെ ശരിക്കും? ഓക്കെ, ഞാൻ പറഞ്ഞ പ്രകാരം എൻട്രി എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ താഴേക്കുള്ള ഒരു എൻട്രി എടുക്കുന്നതായിരിക്കാം. ഈ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ എടുക്കാം. SL എപ്പോഴും ഈ എടുക്കുന്ന ക്യാൻഡലിന്റെ മുകളിൽ വെക്കണം കേട്ടോ. അത് നിങ്ങൾ നോക്കണം. നിങ്ങൾ എടുക്കുന്ന OTM സ്ട്രൈക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ATM സ്ട്രൈക്ക് അനുസരിച്ചിട്ടൊക്കെ വേണം. പൈസ ഉള്ളവരാണെങ്കിൽ ATM എടുത്തോ, അല്ലാത്തവർ OTM എടുത്താൽ മതി. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമ്മൾ ടാർഗറ്റ് വയ്ക്കും കുറെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിൽ കൂടുതൽ റെസിസ്റ്റൻസ് കാണിച്ചിട്ട് പിന്നെ അത് ബ്രേക്ക് ചെയ്തത് ഈ സ്ട്രോങ് ക്യാൻഡിലായിട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഇവർക്ക് വന്നിട്ട് റിവേഴ്സ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാൻ വരച്ച ഓരോ ലൈനിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് വരും, എക്സ്പീരിയൻസിൽ വരും കേട്ടോ. ഞാനിതൊരു 50 മില്ലിക്ക് ഇടുമ്പോൾ അവിടെ ഇംബാലൻസോ വല്ല കാര്യം ഉണ്ടോ നോക്കട്ടെ. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണ് മക്കളെ, ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇംബാലൻസ് ഇവിടെ ചെറുതായാലുണ്ട് അല്ലേ. ശരിക്കും ഈ ക്യാൻഡിലിനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു പ്യൂർ ആയിട്ടുള്ള ഇംബാലൻസ്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈയും നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് റിജക്ഷൻ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയ ഒക്കെ ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. ഏത് ഏരിയ? ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെ നോക്കിയ മക്കളെ, ശരിക്കും അത് നല്ല 1:2 or 3 ഒക്കെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞ സെനാരിയോ മാത്രം നോക്കി നോക്കിയേ, നല്ലൊരു കറക്റ്റ് മൂവോട് കൂടിയിട്ടല്ലേ ടാർഗറ്റ് അടിച്ചിട്ടുള്ളത്. അതായത് അത് അത്രയും വാലിഡ് ആണ്. ഓക്കെ, ഇത്രയും വാലിഡ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കുക. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് എഴുതി വെക്കാട്ടോ. ഇവിടുന്ന് അത്രയും ബെയറിഷ് അല്ലെങ്കിൽ അത്രയും കറക്റ്റ് മൂവാണ് താഴേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, മാർക്കറ്റ് ഇവിടെ ഈ ഒരു ലോ പെൻഡിങ് വെച്ചിട്ടാണ് ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ അടുത്തത് മുകളിൽ നിന്ന് താഴേക്ക് എടുക്കുമ്പോൾ ഈ ഒരു ലോ വരെ വെക്കരുതെന്ന് ഞാൻ പറയുന്നത് ടാർഗറ്റ്. കാരണം ഈ ഒരു ഏരിയ എത്തുമ്പോൾ റിജക്ഷൻ കാണിക്കാം മേ ബി. ഓക്കെ, ഇന്നത്തെ ഒരു സെനാരിയോ പറഞ്ഞാൽ മുകളിൽ പോയിട്ട് ഓൾ ടൈം ഹൈ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ അതായത് 2 ദിവസം ഉണ്ടാക്കിയ ഈ ഓൾ ടൈം ഹൈ, ഈ ഹൈയും ചേർത്ത് എടുത്തിട്ടാണ് ബോഡി ക്ലോസിങ് ഇതിന്റെ ഉള്ളിൽ വരണമെങ്കിൽ, ഈ ഒരു പൊസിഷനിൽ വരണമെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ കാണിക്കുക. എല്ലാ ബോഡി ക്ലോസിങ് ഫുള്ള് ഇവിടെയാണ് കിട്ടണമെങ്കിൽ, ഒരു 15 മിനിറ്റിൽ ഇവിടേക്കാണ് കിട്ടണമെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡ് പോകാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, പിന്നെ മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ ട്രേഡ് എടുക്കുന്നതും. അപ്പൊ ഈ ഒരു ചെറിയ സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇവിടെയും ഒന്ന് കാണിച്ചു തരാം. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല, വലിയ വാലിഡ് ആയിട്ടുണ്ടായിട്ടില്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ലാസ്റ്റ് ഹൈയിൽ വേണത് ശരിക്കും ഉണ്ടാവാനായിട്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതൊക്കെ നമുക്ക് എൻട്രി ആയിട്ട് എടുക്കാം. എന്താ വെച്ചാൽ ഇതൊരു ഒരു നാക്കാണ്, അല്ലാതെ ഈ നാക്ക് ഒരിക്കലും പെട്ടെന്ന് എല്ലാവർക്കും കിട്ടില്ല. അത് നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സുകൾ കേട്ട് എഴുതി വെച്ച് ഐഡിയയിൽ കിട്ടുള്ളൂ. ഇവിടെ നല്ലൊരു മൂവ്മെന്റ് നടന്നു അല്ലേ. നല്ലൊരു മൂവ്മെന്റ് നടന്നിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ അടിയിൽ ഒരു ഉള്ളിലൊരു ക്യാൻഡിൽ വന്നു, ഉള്ളിലല്ല താഴേക്ക് ഒരു ക്യാൻഡിൽ വന്നു, അതിന് ടോട്ടൽ ഹൈ എടുത്തിട്ട് താഴേക്ക് ബോഡി ക്ലോസിങ് വന്നു, അതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ വന്നു.
ഓക്കെ. കൺസൾട്ടേഷൻ വന്നിട്ട് ഇവിടുന്ന് ഒന്നും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബോഡി ഗ്ലോസിങ് എപ്പോഴും ഈ ബോക്സിന്റെ ഉള്ളിൽ വരണം. നമ്മളൊരു ബോക്സ് വരച്ചു അല്ലേ, ഏറ്റവും കൂടുതൽ റിജക്ഷൻ ആവുന്ന ഏരിയ ബോഡി നോക്കി വരച്ചാലും മതി. ഓക്കെ, വിക്ക് നോക്കി വരച്ചാലും ബോഡി നോക്കി വരച്ചാലും കുഴപ്പമില്ല. ഇവിടെ ബോഡിയെ വരയ്ക്കാൻ പാടില്ല. ഇവിടെ ഈ ബോഡിയുടെ തൊട്ടപ്പുറത്തുള്ള ഈ റെഡ് ക്യാൻഡിലിന്റെ ബോഡി കൂട്ടിയിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത് കേട്ടോ. താഴെ ആയാലും ഈ ഒരു ക്യാൻഡിലിന്റെ ഉള്ളിൽ, പിന്നെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലും ഈ റെഡ് ക്യാൻഡിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ശേഷം നിങ്ങൾ നോക്കിയേ, ഇവിടുന്ന് അതായത് മാർക്കറ്റ് ഇവിടുന്ന് റിജക്ഷൻ കാണിച്ചു നോക്കിയേ. ശേഷം ഇവിടെ വന്നിട്ട് ഈ ഹൈ എടുത്തിട്ടില്ല. ഈ ഹൈ എടുക്കണം എപ്പോഴും, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ഹൈ, രണ്ടാമത് ഉണ്ടാക്കുന്ന ഹൈകൾ എടുക്കണം. അങ്ങനെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഇവിടുന്ന് താഴേക്ക് വന്നു, ഇവിടുന്ന് വീണ്ടും താഴേക്ക് വന്നു. അപ്പൊ വേണമെങ്കിൽ ഇതിന്റെ ഹൈ എടുക്കുമ്പോൾ നമുക്ക് ഒരു എൻട്രി എടുക്കാം. ഇതിന്റെ ഹൈ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു എൻട്രി എടുത്തിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ SL വെക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു സാധനം പെൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് കയറ്റി വെക്കണ്ട, ഇതിന്റെ മുകളിൽ തന്നെ വെച്ചാൽ മതി. പക്ഷെ പ്രീമിയം നിങ്ങളിപ്പോൾ പറയും, അങ്ങനെയാണെങ്കിൽ SL അടിക്കുമല്ലോ, അപ്പൊ നിന്റെ ഇത് പൊട്ടിയല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അവർ മനസ്സിലാക്കുന്നത് ഇവിടെ SL അടിച്ചാലും പ്രീമിയം ചാർട്ടിൽ SL അടിക്കില്ല. ഓക്കെ, നിങ്ങൾ വലിയ പ്രീമിയം പ്രൈസ് എടുക്കുമ്പോൾ മാത്രമേ SL അടിച്ച് പോകുള്ളൂ. നിങ്ങൾ നൈസായിട്ട് ഒരു 80, 100 പ്രീമിയം ലെവലിലുള്ളത് സ്ട്രൈക്ക് പ്രൈസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SL അടിക്കില്ല, ഞാൻ ഗ്യാരണ്ടി. ഒരു 2 പോയിന്റ് 3 പോയിന്റിന് SL അടിക്കില്ല, ഡിഫറൻസ് വരും. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ഹൈ മൊത്തത്തിൽ എടുത്തിട്ട് ബോഡി ക്ലോസിങ് ഉള്ളിൽ കിട്ടി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൺഫർമേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു നല്ലൊരു റെഡ് ക്യാൻഡിൽ ബോഡി ക്ലോസിങ് ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഇതിന്റെ ബോഡിയിലേക്ക് മാർക്കറ്റ് ഇങ്ങനെ ഓപ്പൺ ആയി വരുമ്പോൾ എന്ത് ചെയ്യുക, ട്രേഡ് എടുത്തിട്ട് ഇതിന്റെ ഹൈയിൽ SL വെക്കുക. ഓക്കെ, ഇതിങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ, അല്ലെ എനിക്ക് പരിപൂർണമായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾ അതായത് മനസ്സിലാക്കാം. ടാർജറ്റ് നമ്മൾ എവിടെ വയ്ക്കും മക്കളെ, ഈ ഒരു ഇംബാലൻസിന്റെ അവിടെ വയ്ക്കാൻ പറ്റുള്ളൂ ടാർജറ്റ്. ഇതിപ്പോൾ ഇതിന്റെ ലോ എടുത്തിട്ടുണ്ടെന്നല്ലോ എന്നൊക്കെ തോന്നും, അത് നോക്കണ്ട നിങ്ങൾ. അത് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ എടുക്കും മക്കളെ, ഇതിന്റെ ബോഡിയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ അവിടെ നിർത്തിട്ട് ഈ ലെവൽ വരെ ടാർജറ്റ് വയ്ക്കും അല്ലേ, SL വയ്ക്കും. SL എവിടെ വയ്ക്കും, ഈ ഒരു പൊസിഷനിൽ തന്നെയാണ് SL വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ 1:1 ആയിരിക്കും കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂവ്മെന്റ് കാണുമ്പോൾ SL അപ്പോൾ നൈസായിട്ട് ഇറക്കി വെക്കാൻ പറ്റും. അത് നിങ്ങൾ ഓരോരുത്തർ ഐഡിയ ആണ്. എല്ലാ ധൈര്യമുള്ളവർക്ക് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ എടുക്കണ്ട. നിങ്ങൾക്ക് ഓക്കെ 1:2 എങ്കിലും കിട്ടണില്ലെങ്കിൽ നിങ്ങൾ എടുക്കണ്ട, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ, എടുക്കണ്ട. ഓക്കെ, പക്ഷെ ആ ഒരു സംഭവം വാലിഡ് ആയിട്ട് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പെൻഡിങ് നിർത്തിയിട്ടുള്ള ഒരു എന്താണ് ലിക്വിഡിറ്റിയും കൂടി സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നല്ല മൂവ്മെന്റ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും കാണാൻ പറ്റും, ഇവിടെ പെൻഡിങ് നിർത്തിയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു വിക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അത് കറക്റ്റ് നല്ലൊരു കറക്റ്റീവ് മൂവ്മെന്റിൽ ആ ഒരു ലോ എടുത്തിട്ടുണ്ടല്ലോ, കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് അതിൻ്റെ സീരിയസ്നെസ്സിൽ എടുത്തിട്ട് പഠിക്കുക. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയല്ല. ഈ പുഴയുടെ മണ്ടയിലും മറ്റേ തെങ്ങിന്റെയും മാവിന്റെ അടിയിൽ നിന്നിട്ട് ചീട്ട് കളിക്കുന്ന പോലത്തെ കളിയല്ല. ഓക്കെ, ഇത് ഗെയിമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്. എങ്ങനെ കണ്ടാലും എനിക്ക് കുഴപ്പമില്ല, ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഇത് ചൂതാട്ടായിട്ട് കാണരുത്. ഓക്കെ, അതേപോലെ തന്നെ ഇത് കുട്ടികളായിട്ട് കാണരുത്. സത്യം പറയാം, കെട്ടിത്തൂങ്ങി മരിച്ച ആൾക്കാരെ വരെ എനിക്കറിയാം, എൻ്റെ നാട്ടിലുണ്ട്. 15 ലക്ഷത്തിന് മേലെ കടം വന്നപ്പോ ലോൺ എടുത്ത് ട്രേഡ് എടുത്തിട്ട് ആൾക്കാരെയും കൂട്ടുകാരെയും ഒക്കെ കാശ് മേടിച്ചിട്ട് ലോൺ എടുത്തിട്ട് വീട്ടാൻ പറ്റാണ്ട് അവസാനം ഒരു ഗതിയില്ല, ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കെട്ടി തൂങ്ങി മരിച്ച ആൾക്കാരെയും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, പൊല്ലാപ്പിലേക്ക് പോണതിന് മുമ്പ് ചിന്തിക്കുക. ഓക്കെ, എല്ലാവർക്കും അങ്ങനെ വരണമെന്നൊന്നുമില്ല. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്നത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റും, അടിപൊളിയായിട്ട് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നല്ലൊരു മെന്ററിന്റെ അടുത്ത് പോയിട്ട് പഠിക്കുക. എൻ്റെ അടുത്ത് വരണമെന്നല്ല പറയണത്, നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്ന ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഓക്കെ, അപ്പൊ സത്യസന്ധമായിട്ട് പഠിപ്പിക്കുന്നതും നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് പോയി പഠിച്ചിട്ട് അതിനെ എപ്പോഴും ഞാൻ പറയുന്നു, പഠിക്കുക, അതിന് പ്രയോറിറ്റി കൊടുക്കുക. പ്രോഫിറ്റ് പിന്നീടുള്ളതാ. നിങ്ങൾ ഈ കടം വീട്ടാനും അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹങ്ങൾ സാധിക്കാനും വേണ്ടിയിട്ട് ഇതിലേക്ക് വരല്ലേ, നടക്കില്ല. കുറെ പേർക്ക് തെറ്റായിട്ടുള്ളത്, ഈ കുറെ പേര് ഫോറക്സിലേക്ക് പോണത് അവിടെ പോയാൽ 10,000 കൊണ്ടിട്ട് 1 ലക്ഷം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഐഡിയയിലാണ്. ഉണ്ടാക്കാൻ പറ്റും, ഞാൻ ഉണ്ടാക്കാറുണ്ട്. 10,000 ഉപയോഗിച്ചിട്ട് 1.5 മാസം കൊണ്ടൊക്കെ 1 ലക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയണത്, ഈ സംഭവം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പക്കായിട്ട് ഒരു സെറ്റപ്പ് വേണം, പക്ക അതിനെക്കുറിച്ച് നോളജ് വേണം. മനസ്സിലായില്ലേ? അത് 1 വർഷം കൊണ്ടോ 6 മാസം കൊണ്ടോ ഒന്നും കിട്ടില്ല. നിങ്ങൾ ആ സത്യം മനസ്സിലാക്കുക. കഷ്ടപ്പെടുക, കുറഞ്ഞത് 2-3 വർഷം ഇതിന്റെ പുറകിൽ നടക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടും, ഇരുന്ന് പഠിച്ചാൽ കിട്ടും. നിങ്ങൾ 1 വർഷം ഇരുന്ന് പഠിച്ചു നോക്കി ഇതിന്റെ പുറകിൽ ഇരുന്നിട്ട് പ്രോഫിറ്റ് പ്രതീക്ഷിക്കാതെ. ഞാൻ പറയുന്നു, 2ാമത്തെ വർഷം അല്ലെങ്കിൽ 3 2ാമത്തെ വർഷം മാക്സിമം. ഓക്കെ,
അല്ലെങ്കിൽ ഒരു 1.5 മാസം വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ പറ്റും. ഒരു വർഷം നിങ്ങൾ ഇതിൻ്റെ പുറകിലെടുക്കുക. എല്ലാ ഫംഗ്ഷൻസിലും ഒരു ഫംഗ്ഷനും പോവാണ്ട് എല്ലാ ഫംഗ്ഷൻസും ഒഴിവാക്കിയിട്ട് ഓക്കെ നിങ്ങളുടെ വീട്ടിൽ വരുന്ന പരിപാടികളും സെറമണികളൊക്കെ വരുമ്പോഴൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ പുറകിലിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ആകാൻ പറ്റും. എല്ലാം നിങ്ങൾക്ക് വർക്കിനും പോകണം, ഇതും കൊണ്ടുപോകണമെങ്കിൽ നല്ലൊരു മെൻറ്ററിൻ്റെ അടുത്ത് പോയി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ